കൊല്ലത്ത് പോയി അടി കൊണ്ടിട്ട് കുണ്ട്രയിൽ വന്ന് ജൗളി പൊക്കി കാണിക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു. ഡൽഹിയിൽ പോയി അടി കൊണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്ന് നിലവിളിക്കുന്നു. കേരളത്തിലെ പോലീസിൻ്റെ ലാത്തിക്ക് മാങ്കൂട്ടമെന്നും യൂത്തന്മാരുമെന്നൊക്കെ കേട്ടാൽ കൈവിറയ്ക്കൂ. അങ്ങ് ഡൽഹിയിലെ ലാത്തിക്ക് എന്ത് മാങ്കൂട്ടം, എന്ത് ഊത്ത് കോൺഗ്രസ്. അടിയെങ്കിൽ അടി, ഉശിരനടി. എന്തിനാ മാങ്കൂട്ടം ഡൽഹിയിൽ പോയി അടികൊള്ളുന്നേ? ഇവിടുത്തെ ലാത്തിക്കും അടിക്കാനൊക്കെ അറിയാം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ യൂത്ത് കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലുണ്ടായ സംഘർഷത്തിലാണ് പോലീസിൻ്റെ കയ്യിൽ നിന്നും അടി മേടിച്ചത്. പാർലമെൻറ്റ് മാർച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ജന്തർ മന്ദറിന് സമീപത്തായിരുന്നു മാർച്ച് തടഞ്ഞത്. ഇത് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമമുണ്ടായതോടെയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. മാങ്കൂട്ടമാണ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത്. പോലീസ് നോക്കി നിൽക്കുമോ? മാങ്കൂട്ടമാണെന്ന് പോലീസിനറിയില്ലല്ലോ. അവർ വളഞ്ഞിട്ട് തല്ലി. മർദ്ദനത്തിൽ അല്പം പരിക്കേറ്റു. മുതുകിലടക്കം അടികൊണ്ട ലാത്തിയുടെ പാടുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഈ അടിയെ ക്രൂരമായ മർദ്ദനമെന്നും പറഞ്ഞു മാങ്കൂട്ടം ഉടുപ്പില്ലാതെയും മറ്റും നിൽക്കുന്ന വിവിധ പോസ്റ്റിലുള്ള ഫോട്ടോകളങ്ങ് യൂത്ത് കോൺഗ്രസ് തന്നെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ പുറത്തിട്ടു. ഇവനും അടി കിട്ടിയേ അഹങ്കാരമൊന്ന് കുറയും, വ്യാജ ഐ ഡിക്കാരനാ, വ്യാജ പ്രസിഡൻ്റാണെന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ഫോട്ടോയ്ക്കടിയിൽ വന്ന് നിറയുന്നത്. പാവത്തിനെ ആക്ഷേപിക്കാനാണോ ഈ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതെന്ന് തോന്നിപ്പോകും. അതൊക്കെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. നീറ്റ് ക്രമക്കേട്, അഗ്നിവീർ അവസാനിപ്പിക്കണം എന്നിവ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. വിവിധ സംസ്ഥാന അധ്യക്ഷന്മാർ മാർച്ചിൽ പങ്കെടുത്തുവെങ്കിലും അടികൊണ്ടത് മാങ്കൂട്ടത്തിന് മാത്രം. പ്രതിഷേധക്കാരെ പോലീസ് ഓടിച്ചിട്ട് തല്ലി. ബാരിക്കേഡിൽ നിന്നും തുടങ്ങിയ ലാത്തിച്ചാർജ് സമ്മേളന വേദിയിലേക്കും നീണ്ടു. ബുദ്ധിയുള്ള മറ്റ് സംസ്ഥാന പ്രസിഡന്റുമാർ ഓടി ഒളിച്ചു. ഇയാൾ നെഞ്ചു വിരിച്ച് നിന്നുകൊടുത്തു. കാരണം ഇവിടെ രണ്ടടി കൊണ്ടാൽ അങ്ങ് കേരളത്തിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് ബുദ്ധി? 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്, ചേലക്കരയിലും പാലക്കാടും. അതിൽ ചേലക്കര സംവരണ മണ്ഡലം, പാലക്കാട് ജനറൽ. അപ്പോൾ പാലക്കാട്ട് പോയി നിന്ന് ഉടുപ്പൊക്കെ പൊക്കിക്കാണിച്ചാൽ ചിലപ്പം സീറ്റും കിട്ടും, വോട്ടും കിട്ടും. ഈ ബുദ്ധിയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി മാങ്കൂട്ടം.